എന്തൊക്കെ കാണണം അല്ലേ? NIA കഴിഞ്ഞ ദിവസം 7 തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു. അതിൽ 6 പേര് ഉക്രൈനികളും ഒരു അമേരിക്കക്കാരനുള്ളത്. ഈ അമേരിക്കക്കാരെ ആപ്പവുപ്പാളൊന്നും അല്ല കേട്ടോ. അമേരിക്കക്കാരനെ ഫോളോ ചെയ്യുന്നതില്ലേ മലയാളികൾ വരെ ഉണ്ട്. ആരാന്നറിയോ? നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ. അത് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച അങ്കിൾ ബണ്ണ് തന്നെ. പുള്ളി വരെ ഫോളോ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാറാം ജി വരെ ഫോളോ ചെയ്യുന്ന അമേരിക്കക്കാരൻ ഭീകരവാദി. എങ്ങനെയുണ്ട്? നിങ്ങൾ എവിടെയെങ്കിലും കണ്ട ഈ ഡിസ്കഷൻസ് ഒന്നും എവിടെയും നമ്മൾ കാണൂല. ഇതിൽ വല്ല മുസ്ലിം പേരോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം മലൻ TV കൂത്തിരുന്ന് നമ്പ്യാര് അല്ലെ നായര് ഇരുന്ന് ചർച്ച ചെയ്തേനെ. കൂട്ടത്തിൽ ഹാർപ്പിക്കൊക്കെ എന്ന് പറഞ്ഞ് ഹാർപ്പിക്കുണ്ടായി അതിന് മുമ്പിൽ തന്നെ. പക്ഷേ ഇതിൽ മുസ്ലിങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല ഈ വിഷയം. എവിടോ വന്ന് എവിടോ തട്ടി അങ്ങോട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ആരും ഒന്നും മിണ്ടിയിട്ടില്ല. ഏതായാലും നമുക്ക് ന്യൂസിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്ന് പോകാം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ തീവ്രവാദി ഗ്രൂപ്പുകളുമായിട്ട് ബന്ധമുള്ള ഒരു അമേരിക്കക്കാരനടക്കം 7 പേരെയാണ് ഈ NIA സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ അറസ്റ്റിലായ മാത്യു വാൻ ഡെക്കിന്റെ പ്രൊഫൈലാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് അമേരിക്കക്കാരനായിട്ടുള്ള ഒരാൾ. ഇതിൻ്റെ കൂടെ ഒരു 6 ഉക്രൈനികളെയും കൂടാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവരുടെ ദേശീയ ഏജൻസി ആയിട്ടുള്ള നമ്മുടെ NIA ആണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കൊൽക്കത്ത, ലക്നൗ, ഡൽഹി എന്നീ വിമാനത്താവളത്തിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത്. അപ്പം ഇവരെ കസ്റ്റഡിയിലെടുത്ത് ഇവർക്ക് മേലെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെ UAPA കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അതായത് രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ഇത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോടതിയിൽ 11 ദിവസത്തേക്ക് NIAക്ക് ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി ഇവർ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ഡീറ്റെയിൽസ്, ആവശ്യമായ പെർമിറ്റുകൾ ഇല്ലാണ്ട് ഈ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ടുള്ള മിസോറാമിലേക്ക് യാത്ര ചെയ്യുക, അതുമാത്രമല്ല മ്യാൻമാർ അതിർത്തിയിൽ അനധികൃതമായിട്ട് കടക്കുകയും വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ വിമത ഗ്രൂപ്പുകൾക്ക് വംശീയ സായുധ സംഘങ്ങൾക്കും ആയുധങ്ങൾ നൽകുക, അതുപോലെ തന്നെ ഡ്രോൺ യുദ്ധമുറകൾ പഠിപ്പിച്ചു കൊടുക്കുക, ഇതൊക്കെയായിരുന്നു ഇവരുടെ പദ്ധതികൾ, ഇവർ ചെയ്തുകൊണ്ടിരുന്ന പരിപാടികൾ. നമുക്കറിയാം ഈ മിസോറാം, ത്രിപുര, മേഘാലയ ഈ സ്ഥലങ്ങളിലൊക്കെ എന്നും അടി കുത്തുവെടി തന്നെ പരിപാടികൾ. അപ്പം അവിടെയുള്ള ആളുകൾക്ക് ഡ്രോൺ പരിശീലനം, അതല്ലെങ്കിൽ അവിടെയുള്ള ആയുധങ്ങൾ എത്തിച്ചു കൊടുത്ത് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു അവിടെ കുറേ കാലങ്ങളായിട്ടുണ്ട് ഈ ആഭ്യന്തര കലാപങ്ങളും കലഹങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മെയിനായിട്ട് ട്രെയിനിങ് കൊടുത്ത ടീം ഉക്രൈനിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ വന്ന ആളുകളാണ്. ചെറിയ കളിയൊന്നുമില്ല. കൂട്ടത്തിൽ മുസ്ലിമിൻ്റെ പേരില്ലാത്തത് കൊണ്ട് ഇത് വലിയ മാധ്യമ ശ്രദ്ധകളൊന്നും നേടിയില്ല. കേരളത്തിലെ പ്രത്യേകിച്ച് മാധ്യമങ്ങളൊന്നും കുത്തിയിരുന്ന് ചർച്ച ചെയ്തില്ല. മലവും കൃമിയും ഒന്നും അപ്പിടാൻ ഇതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. ഇനി ഇത് എടുത്തു നടക്കുന്ന നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിലെ കൃസംഗി, മുസംഗി, സംഗി, വാണത്തീട്ടങ്ങൾ ആരും ഇതിൻ്റെ പിന്നാലെ മണപ്പിച്ച് പോയിട്ടില്ല. കാരണം കൂട്ടത്തിൽ മുസ്ലിങ്ങൾ എന്നുള്ള ഒരു ഗ്രൂപ്പില്ല. കുറച്ച് ക്രിസ്ത്യൻ നാമധാരികൾ, കൂടുതലും ഉക്രൈനികളും അമേരിക്കൻ എല്ലാവർക്കും ക്രിസ്ത്യൻ നാമധാരികളാണ്. അവരുടെ മതം ഏതാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതാണ് സംഭവം നടന്നിട്ടുള്ളത്. ഇനി ഇതിൽ മാത്യു വാൻ ഡെക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇയാളൊരു മുൻ അമേരിക്കൻ പട്ടാളക്കാരനെന്ന് പറയുന്നുണ്ട്. ഇയാൾ സിനിമാ നിർമ്മാതാവാണ്, ഇയാൾ സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ് എന്നീ പല നിലകളിലും ഇയാളിങ്ങനെ ഭയങ്കര പേര് കേട്ടിട്ടുള്ള ഒരാളാണ്. 2011 ലിബിയയിൽ ആഭ്യന്തര യുദ്ധത്തിൽ ഗദ്ദാഫിക്കെതിരെ ഇയാൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു അമേരിക്കയുടെ സേനയുടെ കൂടെ ഇയാൾ ഉണ്ടായിരുന്നു. ഇറാഖിലെ ISISനെതിരെയുള്ള പോരാട്ടത്തിൽ ഇയാൾ ഉണ്ടായിരുന്നു. ഇനി കൂടാതെ ഉക്രൈൻ സൈന്യത്തിന് ഇയാൾ പരിശീലനം കൊടുത്തിട്ടുണ്ട്. ഇനി കഴിഞ്ഞ വെനിസ്വലയിൽ അമേരിക്കൻ പട്ടാളം പോയ സമയത്ത് ഇയാളുടെ കൈകൾ അതിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് ഇയാളും സഹായം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള, അതായത് മറ്റു രാജ്യത്തിന് അട്ടിമറിക്കുന്ന, ഇപ്പോൾ ലിബിയ എടുത്തു കഴിഞ്ഞാൽ, ഇറാഖ് എടുത്തു കഴിഞ്ഞാൽ, വെനിസ്വല എടുത്തു കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ അട്ടിമറിയുടെ അമേരിക്കൻ കഥകളിൽ ഒരു പങ്ക് ഇയാൾക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാൻ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ തന്നെ നിർമ്മല സീതാറാമും ഒക്കെ ഇയാളെ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തത്. ഇപ്പോൾ ഏതായാലും അൺഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സ്പോട്ടിൽ തന്നെ ഈ ഇന്ത്യയിലെ ബാക്കിയുള്ള മനുഷ്യന്മാരെല്ലാം അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആരൊക്കെയാണ് ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. അപ്പം ഇവരുമായിട്ട് ഇവർക്ക് എന്ത് ബന്ധം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. ജസ്റ്റ് കണ്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. കാരണം NIA ഇതിൻ്റെ പിന്നാലെ പോകുന്നില്ല. കാരണം ആരൊക്കെയാണ് BJPയുടെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ്, മുൻ കേന്ദ്രമന്ത്രി, നമ്മൾ അതിന് പിന്നാലെ പോകണ്ട, അത് നമുക്ക് മാറ്റി നിർത്താം. പിന്നെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാറാം, ഇവരുടെ സ്വാഭാവികം നമ്മൾ ചിന്തിക്കാൻ കൂടെ പാടില്ല. നമ്മൾ അങ്ങനെ ഒന്നും കേട്ടോ. അത് BJP തട്ടിത്തുറച്ച് മാറ്റിക്കൊള്ളാൻ നമ്മൾ ചിന്തിക്കേണ്ട. പക്ഷേ ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇയാൾ പാർട്ടായിട്ടുള്ള ഓപ്പറേഷൻസ് ലിബിയനെ തകർത്ത സമയത്ത്, ഇറാഖിനെ ഇല്ലാണ്ടാക്കിയ സമയത്ത്, അതുപോലെ തന്നെ വെനിസ്വലനെ ഇല്ലാണ്ടാക്കിയ സമയത്ത് ഈ ഗ്രൂപ്പുകളിൽപ്പെട്ട ഇയാൾ എന്തിനായിരുന്നു ഇന്ത്യയിൽ ഇത്രയും കാലങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പ്രത്യേകിച്ച് ഈ വടക്കുകിഴക്കൻ മേഖലകളിലെ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ ആളുകൾക്ക്, അവിടുത്തെ പട്ടാളക്കാർക്കല്ല, അവിടുത്തെ കലാപധാരികൾക്ക്, നമ്മുടെ ബോർഡർ നൊയഞ്ഞു കയറുന്നു വരുന്ന ആൾക്കാർക്ക്, അവർക്ക് എന്തിനായിരുന്നു ആയുധം എത്തിച്ചു കൊടുക്കുന്ന കരാറിൽ ഇയാൾ ഉണ്ടായിരുന്നത്? അതല്ല, അവർക്ക് എന്തിനായിരുന്നു ഇയാൾ ഡ്രോൺ യുദ്ധ പരിശീലനം ഇയാൾ കൊടുത്തുകൊണ്ടിരുന്നത്? അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. അതായത് റെസ്ട്രിക്റ്റഡ് ഏരിയയിലോട്ട് ഇങ്ങനത്തെ ആളുകൾ, ഉക്രൈനികളും അല്ലെങ്കിൽ ഉക്രൈനിൽപ്പെട്ട 6 പേരും ഈ പറഞ്ഞ ആളും അവിടെ പോയി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇത്രയും കാലം നമ്മുടെ ഇന്ത്യക്കാരെന്താ നോക്കിയിരിക്കുകയായിരുന്നു? നമ്മുടെ NIA എന്താ നോക്കിയിരിക്കുകയായിരുന്നോ?
കഴിഞ്ഞ 2014 മുതൽ ഈ സമയം കൊണ്ടേ അതിനെ മുമ്പുണ്ടായിരുന്ന UPA ഗവൺമെന്റിനേക്കാൾ കൂടുതൽ ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോഴും മോദിയുടെ താടിയുടെ ഒരു ഫോട്ടോയും വെച്ചിട്ട്, ഒരു പട്ടാളക്കാരുടെ ഫോട്ടോ വെച്ചിട്ട് ഇവിടെ ഫാൻസി ഡ്രസ്സ് കളിച്ചുകൊണ്ടിരിക്കുക ഇവിടുത്തെ BJP-കാർ. 2014 ശേഷം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഉറി എടുത്തോ, പത്താംകോട്ട് എടുത്തോ, പഹൽഗാം എടുത്തോ, അങ്ങനെ ഒരുപാട് ചവറ് കണക്കിൽ ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ട്, എന്നിട്ട് അതൊന്നും മറച്ചു വെച്ചിട്ട് അതിനേക്കാൾ വലുത് ഞങ്ങൾ അങ്ങനത്തെ ഫിലിം ഇറക്കി കഴിഞ്ഞാൽ അത് ഞങ്ങൾ നാഷണൽ അവാർഡ് കൊടുക്കും, അതിൽ അഭിനയിച്ചിട്ടുള്ള പട്ടാളക്കാരൻ്റെ കാസ്റ്റ് എടുത്ത ആളുകൾക്ക് ഞങ്ങൾ നാഷണൽ ഫിലിം അവാർഡ് വീണ്ടും കൊടുക്കും. ഇമാതിരി ഊള പരിപാടികളാണ് നമ്മുടെ നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാ? അതിനെ ചോദ്യം ചെയ്യാണ്ടിരിക്കാൻ. എന്നിട്ട് ഇപ്പോഴും വന്ന് കുത്തിയിരുന്നിട്ട് 1960 നെഹ്റുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പാർലമെന്റിൽ വരാറില്ല, വന്നു കഴിഞ്ഞാൽ നെഹ്റുവിനെ 4 കുറ്റം പറഞ്ഞ ഒറ്റ പോക്കാ, പിന്നെ എവിടെയെങ്കിലും തണ്ടി തിരിയാൻ പോകും. ഇതാണ് നമ്മുടെ നാട്ടിലെ ഭരണാധികാരി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ പിടിച്ചു കഴിഞ്ഞാലല്ലേ അത് എന്തുകൊണ്ട്, എങ്ങനെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇത്രയും ദിവസം കൊണ്ട് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടാവും നമുക്ക് വല്ലതും അറിയും. ഇത്രയും ദിവസം കൊണ്ട് ഇവർ ഏതൊക്കെ രീതിയിലുള്ള ഓപ്പറേഷൻസും പദ്ധതികളും ഉണ്ടായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. ഈ ഭീകരവാദം എന്ന് പറഞ്ഞത് അത് നല്ല സ്ട്രോങ് ആയിട്ട് ഹിന്ദുക്കളുണ്ട്, ഇഷ്ടം പോലെ ഹിന്ദു ഭീകരവാദികളുണ്ട്, ക്രിസ്ത്യൻ ഭീകരവാദികളുണ്ട്, മുസ്ലിം ഭീകരവാദികളുണ്ട്. ഇവന്മാരെല്ലാത്തിനും പൊക്കണം. അതല്ലാണ്ട് മുസ്ലിം ഭീകരവാദികൾ വരുമ്പോൾ മാത്രം ഒരു പ്രത്യേക അറ്റൻഷൻ കൊടുക്കുക. ഈ മറ്റേ 2 ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റ് വേറെ ഏതെങ്കിലും മതങ്ങൾ എടുത്തോ, അവർ വരുമ്പോൾ വാർത്തകൾ പോലും കാണാത്ത രീതിയിൽ നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇതൊന്നും, ഞാൻ പറഞ്ഞത് ഈ മുസംഗി ക്രിസംഗി സംഘി വാണങ്ങളല്ലാതെ ഇത് കേൾക്കുന്ന ആളുകളെ ചിന്തിച്ച് നോക്ക്. ഇവർ ചെയ്തത്, അല്ലെങ്കിൽ ഈ ആൾ, ഈ മാത്യു വാൻ ഡൈക്ക് എന്ന് പറഞ്ഞ ആളുടെ പ്രൊഫൈലുകളും അയാൾ ഇതുവരെ ചെയ്ത ഓപ്പറേഷൻസും എന്താന്ന് നോക്ക്. അപ്പോൾ അമേരിക്കയുടെ CIA ആയിരിക്കാം, അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മൊസാദ് ആയിരിക്കാം. ഇത്തരത്തിലുള്ള ആളുകൾ ഇന്ത്യയിലെ പല സ്ഥലത്തും തിരിഞ്ഞും മറിഞ്ഞ് നടക്കുന്നുണ്ടാവും. അവർ ഏതൊക്കെ രീതിയിലാണ് ഒരു രാജ്യത്തിനെ ആഭ്യന്തരമായിട്ട് അട്ടിമറിക്കാൻ പറ്റുന്നത് നോക്കി നടക്കുന്ന ആളുകളാണ്. അതല്ലെങ്കിൽ അവിടുത്തെ റിസോഴ്സസ് എങ്ങനെ കട്ടുമുടിക്കാമെന്ന് ആലോചിക്കുന്ന ആളുകളാണ്. അതല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്ന രാജ്യങ്ങളെ തകർക്കാൻ ഏത് രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ കണ്ടുപിടിക്കില്ല. നമ്മളിപ്പോഴും പോകും കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനും ഷൂ നക്കാനും വേണ്ടിയിട്ട്. അതല്ലാണ്ട് ഇന്ത്യൻ്റെ അകത്ത് നടക്കുന്നത് എന്ത്, ഇന്ത്യയിൽ നടക്കുന്നത് എന്ത് എന്നുള്ളതിൻ്റെ 5 പൈസൻ്റെ വിവരം ഈ രാജ്യം ഭരിക്കുന്ന കോമാളികൾക്ക് ഇല്ല എന്നുള്ളതിൻ്റെ സത്യം. ഏതായാലും ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഇത്രയും എന്താ പറയുക, ഒരു വലിയ ഭീഷണിയായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ ഇപ്പോഴെങ്കിലും പിടിക്കാൻ NIAക്ക് പറ്റിയത് വളരെ നന്നായി. കാരണം NIA എപ്പോഴും തിരക്കാണ്. എന്തിനാണ്? BJPക്കെതിരെ സംസാരിക്കുന്ന ആളുകളുടെ വീട് റെയ്ഡ് ചെയ്യാൻ, കക്കൂസ് റെയ്ഡ് ചെയ്യണം, കക്കൂസിൻ്റെ കുഴി തോണ്ടണം. ഇതൊക്കെയാണല്ലോ നമ്മുടെ NIAയുടെ മെയിനായിട്ടുള്ള പരിപാടി. പിന്നെ കള്ളക്കേസിൽ കെജ്രിവാളിനെ കള്ളക്കേസ് കുടിക്കുക പോലെ, അതല്ലെങ്കിൽ മറ്റു കുറേ ആൾക്കാരെ കള്ളക്കേസ് കുടിക്കുക പോലെ കേസ് കുടിക്കുണ്ടാക്കണം. ആ സമയം കൊണ്ട് ഇലക്ഷൻ ഉണ്ടെങ്കിൽ അത് നേടണം, വേറെ വല്ല പരിപാടികളൊക്കെ എടുക്കണം. അത് കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞാൽ കേസില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടണം. ഇതൊക്കെ തന്നെ നമ്മുടെ ED, NIAയും CBI ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ രാജ്യസുരക്ഷയുടെ അവസ്ഥ, രാജ്യത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ചിന്തിച്ച് അങ്ങനത്തെ കേസുകൾ കൂടെ ഒക്കെ എടുക്കണമെന്നാണ് ഒരു അപേക്ഷയുണ്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന കോമാളികളോട്. അത്തരത്തിലൊരു അപേക്ഷയുണ്ട്. അതുകൊണ്ട് പ്ലീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒക്കെ സ്ട്രോങ് ആക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ഇന്ത്യ മൊത്തത്തിൽ നിങ്ങൾ ഇന്ത്യയുടെ, ഇനിയിപ്പം നമ്മൾ ബംഗാളിനെ കുറ്റം പറയും, എപ്പോഴുള്ളതാണ് നമ്മളെന്താ ബംഗാളിനെ കുറ്റം പറയും. എന്താണ്, ബംഗാളിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. അതിന് മമതാ ബാനർജിയുടെ പ്രശ്നമാണെന്ന് പറയും. പക്ഷെ അവിടുത്തെ ബോർഡർ സെക്യൂരിറ്റി ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരാണ്. ഈ ഇന്ത്യൻ പട്ടാളക്കാരെ നിയന്ത്രിക്കുന്നത് മമതാ ബാനർജി അല്ല, അത് നമ്മുടെ ഡിഫൻസ് ടീം, അത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന കേന്ദ്രമാണ്. ഓരോ സ്ഥലത്തും ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്ന പരിപാടികളുണ്ടല്ലോ. ഇതേ പ്രശ്നം ആസാമിലുണ്ട്. ആസാമിലെ ഗവൺമെന്റ് ഇതിനെ മിണ്ടില്ല. കാരണം ആസാം ഭരിക്കുന്നത് BJPയുടെ ഹെമന്ത ബിശ്വാസ ആയതുകൊണ്ടും ഒരു ഒന്നാം തരം വർഗീയവാദി ആയതുള്ളത് കൊണ്ടും അതിനെതിരെ BJP മിണ്ടുന്നില്ല. പകരം ബാക്കി ഇതുപോലത്തെ പ്രതിപക്ഷം ഭരിക്കുന്ന സ്ഥലങ്ങളിൽ മന്ത്രിമാരെയും അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാണ്ട് മാക്സിമം ബുദ്ധിമുട്ടിക്കുക. ബാക്കി NIAനെ വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വേണ്ടാത്ത എല്ലാ പരിപാടികളും കാണിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണെങ്കിൽ ഈ പിടിച്ചതിൽ ഉള്ളത് 6 ഉക്രൈനികളും 1 അമേരിക്കക്കാരനുമാണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഇവർ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലെ മറ്റ് രാജ്യങ്ങളെ തകർക്കാനുള്ള ഓപ്പറേഷനുകളുടെ ഭാഗമായിട്ട് നടന്ന ആളുകളാണ് എന്നുള്ളതും കണ്ടു. ഇനി NIA കേസ് ഇവിടെ കൊണ്ടുവെക്കും എന്ന് നമുക്കറിയാം. രൂക്ഷമായിട്ട് വിമർശിക്കുമോ? ഇല്ല. നേരെ തിരിച്ചാണെങ്കിൽ ഇപ്പോൾ വിമർശിക്കാൻ 100 വന്നേനെ. വിമർശിക്കണം. അമേരിക്കക്കാരനാണ്, ഉക്രൈനിയാണ്, പറയണം, തൊള്ള തുറക്കണം, പ്രധാനമന്ത്രി വാ തുറക്കണം. ചക്കക്കുരായിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് വാ എന്തിനെങ്കിലുമൊക്കെ തുറക്കാനും കൂടെ പഠിക്കണം. പത്രങ്ങളുടെ മുമ്പിൽ തുറക്കുന്നില്ല, പോട്ടെ, വേണ്ട. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പം ആ രാജ്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഭരണകൂടത്തോട് പറയണം, നിങ്ങളുടെ ആളുകളാണ് ഇവിടെ പരിപാടി ചെയ്യുന്നത്, എടുത്തുകൊണ്ട് പോകണമെന്നുള്ളത്. ഏതായാലും കണ്ടറിയാം ആരൊക്കെ ചർച്ച ചെയ്യുന്ന നമുക്ക് നോക്കാം.